ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോൾ മനസ്സിൽ നമുക്കൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ അതിനെ ഡിസൈൻ ആക്കി തരുന്ന AI സോഫ്റ്റ്വെയറുകൾ, ജസ്റ്റ് റൂമിൻ്റെ ബിൽഡപ്പ് ഏരിയയുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കാണിച്ചു തന്നെ സോഫ്റ്റ്വെയറുകളൊക്കെ ആയി വരുന്നു. എനിക്കറിയാം ഇപ്പോഴും അത് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷെ നാളത്തേക്ക് വരുമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഫീൽഡിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഈ പറഞ്ഞ പോലെ ആർക്കും ചെയ്യാവുന്ന ഒന്നായിട്ട് വരുമോ ഈ ഇന്റീരിയർ ഡിസൈൻ? അല്ല, ആർക്കും ചെയ്യായല്ല. നമ്മളിപ്പോ ഏകദേശം ഒക്കെ എല്ലാവർക്കും തോന്നൂല്ലോ ഞാനും ഡിസൈനർ ആയി തോന്നുന്നു. അല്ല, ഇപ്പൊ ഗിവ് മി എ ബെഡ്റൂം ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT വരെ തരും. പക്ഷെ അത് എന്തായാലും ഒരു ഹ്യൂമൻ അതിന്റെ ബാക്കിൽ വേണം. കാരണം AI നമ്മളിപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർസും AI ഇപ്പോൾ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് അഡാപ്റ്റ് ചെയ്ത് പിന്നെ അത് ചെയ്യണുള്ളത്. പക്ഷെ എന്നാലും അതിന്റെ പുറകെ ഒരാൾ വർക്ക് ചെയ്യണം. പിന്നെ ഏറ്റവും വലിയ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത ഫാക്ടറിയിലാണ്. ഫാക്ടറിയിൽ എല്ലാം സോഫ്റ്റ്വെയർസാണ്. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ എന്നാലും ഇത് ചെയ്ത് വെക്കാനും അത് സ്റ്റിക്കർ ചെയ്യാനും അതിൻ്റെ ഒരു ഹ്യൂമൻ വേണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ ഇപ്പോൾ ഞങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നേരെ മെഷീനിൽ കണക്റ്റഡാണ്, സോഫ്റ്റ്വെയർ കണക്റ്റഡ്. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ പണ്ടൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം. ഇത് അതിൽ തന്നെ കാണിച്ചു തരും. ബോർഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അത് കട്ട് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ പ്രോസസ്സ് ആയി തന്നെ വരും. ഓരോ പ്രിന്റ് ഔട്ട് വരും, ബാർ കോഡ്സ്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിൽ ഇത് വെച്ച് സ്കാൻ ചെയ്ത് അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. ഇത് സ്പീഡ് ഒത്തിരി കൂട്ടി കാണൂല്ലേ ഇതൊക്കെ? പ്രൊഡക്ഷൻ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആക്കാം. മറ്റേതൊരു മാനുവലി ഒരാൾ ചെയ്യുമ്പോൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് ചെയ്യണതിൻ്റെ പകരം ഇത് ഓട്ടോമാറ്റിക്കലി മെഷീൻ തന്നെ കട്ട് ചെയ്യും. അടുത്ത പ്രോസസ്സിക്ക് ഇത് ബാർ കോഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് വെക്കാനുള്ള ഇത് വേണം. പിന്നെ എന്തായാലും അൾട്ടിമേറ്റ്ലി ഈ എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ബാക്കിലെ ഹ്യൂമൻ. ഇപ്പോൾ ജാക്മായിട്ട് ഒരു ഇത് കണ്ട് AI വന്നു കഴിഞ്ഞാലും മനുഷ്യൻ വേണം. ഹാർട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. അതായത് ഷജീർക്ക് 10 കസ്റ്റമറോട് ഒരു ദിവസം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ 10 പേരും 10 ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അതിൽ ലോൺ ഉണ്ടോ ഇല്ലയോ, അവരുടെ മക്കള് നാളെ ആ വീട്ടിലുണ്ടോ അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒരിക്കലും എനിക്ക് തോന്നണില്ല എനിക്ക് മനസ്സിലാവുന്നത്. ആ ഹ്യൂമൻ ടച്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് കൊണ്ട് വന്നായിരിക്കും. അതെ. ഇപ്പൊ എല്ലാം പ്രോംപ്റ്റ് ചെയ്തൊന്നും നമുക്കൊരു കിട്ടാൻ പറ്റും. ഇനി കിട്ടിയാലും ചെയ്യാനും പറ്റൂല. അപ്പൊ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കാലിറ്റി നമുക്ക് പ്രാക്ടിക്കലി ഇത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ പലതും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കിച്ചണ് എവിടുന്ന് കാണണം. ഇപ്പൊ ഇതൊരു ഓപ്പൺ കിച്ചണാണ് ഇപ്പൊ നമ്മുടെ ഷോറൂമിലിട്ട്. അപ്പൊ ഇത് പക്ഷെ ഇത്രയും ഭംഗിയായത് നമുക്ക് ഇങ്ങനെ ഓപ്പൺലി കാണാൻ പറ്റുന്ന സ്പേസ് ഉള്ളതുകൊണ്ട്. നേരെ മറിച്ച് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഒരു ഇതുപോലത്തെ ഒരു കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. കാരണം എന്ത് കാര്യം ചെയ്താലും ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഷ് കൗണ്ടർ, ഇത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് നമുക്ക് കാണാം, എങ്ങനെയാണ് അതിന്റെ വിസിബിലിറ്റി, ഇതൊക്കെ ഇതിന് ഫാക്ടറാണ്. മനസ്സിലായി. അല്ലാതെ ഇതെനിക്ക് ഇഷ്ടമാണ്, ഇത് ബിലാലിന്റെ വീട്ടിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്ന് ചെയ്താൽ ബിലാലിന് ഈ ഒരു ഭംഗി കിട്ടൂല. ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ വന്നിട്ട് ഈ എക്സ്പീരിയൻസ് ഷോറൂം ഇവിടെ വരുമ്പോ തന്നെയാണെങ്കിലും ഈ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. അതായത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡിസൈൻ ഓപ്ഷൻസ് മൊത്തം ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റൂലല്ലോ. ഇവിടെ തരുന്ന ഒരു ഫീൽ എന്താന്ന് വെച്ചാല്, ഇത് എത്ര ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു സാധാരണ മലയാളിക്കാണെങ്കിലും അവന്റെ മനസ്സിലുള്ളത് ഇവിടെ കിട്ടുന്നു ഒരു ഫീൽ ഉണ്ട്. എന്നാൽ എത്ര പ്രീമിയം ചെയ്യണമെന്ന് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ളതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വിൽഫുള്ളി എടുത്ത തീരുമാനമാണോ? എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, ഏത് കാറ്റഗറി വന്ന ആളുകൾക്കും നമുക്കിവിടെ സർവീസ് പ്രൊവൈഡ്. ഇപ്പോൾ പ്രീമിയം ആയിട്ട് ചെയ്യണമെങ്കിൽ പ്രീമിയം ആയിട്ട് ചെയ്യാം. അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇനി ഒരു ബഡ്ജറ്റഡ് ആയിട്ട് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ചില പാനൽസ് നല്ല ഹെവി റേറ്റ് പാനൽസ്, ചിലത് നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോരുത്തർക്ക് വേണ്ടത്. ഇപ്പോൾ കിച്ചൺ ആയാലും 3 കിച്ചൺ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ കാറ്റഗറിയാണ്. അപ്പോൾ ഇനി അതെല്ലാം വേറെ കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ട എല്ലാ ക്ലാരിറ്റിയും, അതായത് ഹാൻഡ് ഓവർ വരെയുള്ള എല്ലാ ക്ലാരിറ്റിയും നമ്മുടെ ടീം ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്? ഫസ്റ്റ് സ്വാഭാവികമായിട്ട് നിങ്ങളെ ലീഡ് വന്നു, ഞങ്ങൾ അവരെ റിക്വയർമെന്റ് എടുക്കും. റിക്വയർമെന്റ് എടുത്ത് നമ്മൾ ഓരോ ഷോറൂമുകൾക്ക് സപ്ലൈ ചെയ്യും. ഓരോ ഇപ്പോൾ കൊച്ചിൻ ബേസ്ഡ് ആണെങ്കിൽ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ വിളിച്ചിട്ട് എന്താ സാറേ എന്ന് ചോദിച്ചിട്ടല്ല കൊടുക്കും. നമ്മൾ വിളിച്ച് ഒന്നും കൂടി ഫിൽറ്റർ ചെയ്ത് ഇവിടുന്ന് ഫിൽറ്റർ കോൾ പോകും. ഫിൽറ്റർ കോൾ പോകുമ്പോൾ ഏതൊർ അവർ ഷോറൂം വിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് ഒക്കെ ആയിട്ട് യഥാർത്ഥ കസ്റ്റമർ ആയിട്ട് ഇരുന്ന് മനസ്സിലാക്കും. എന്നിട്ടാണ് നമ്മൾ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ബേസിക് കോട്ട് പ്രൊവൈഡ് ചെയ്യും ഫസ്റ്റ് ഇനീഷ്യലി. അത് ഏകദേശം ഒരു ബഡ്ജറ്റിംഗ് അറിയാനാണ്. അതിൽ ചിലപ്പോൾ +or- ഒരു 5% അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
അത് ബേസ് ചെയ്ത് വരുമ്പോഴാണ് അത് ഓക്കെ ആണെങ്കിൽ ഒരു ബുക്കിംഗ് പേയ്മെൻറ്റ് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യും. അത് ഫസ്റ്റ് 2D പ്രൊവൈഡ് ചെയ്യും, അത് കഴിഞ്ഞ് 3D പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ഓൺലൈനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ബെറ്റർ ഇവിടെ വരുന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളെ വീട് എടുക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ സമയം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. ഗൾഫിലുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ബോട്ട് ടീം അല്ലെങ്കിൽ ഇതുപോലെ പല സൂം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതൊക്കെ വിളിച്ച് നമ്മളൊരു ഡിസൈൻ, പിന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ എന്ത് വിടാം, ഏത് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ, കാരണം ഇത് നമുക്ക് മനസ്സിലാക്കണം. മനസ്സിലാകാതെ നമ്മൾ അപ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ മാക്സിമം എവിടുന്ന് കിട്ടണമായാലും അതിൽ ഇടണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസൈൻ പാറ്റേണിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അത് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല, മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് അവിടെ ചെയ്തിട്ട് ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സജഷൻ കൊടുക്കും. കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ പല ആക്സസറീസൊക്കെ വരും. ചിലപ്പോൾ അതൊക്കെ ഒരു യൂട്ടിലിറ്റി പർപ്പസൊക്കെ നോക്കുമ്പോൾ അത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആവില്ല. ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ആവും. നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ സജഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് 3D ഫൈനലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രൊഡക്ഷന് കൊടുക്കുക. പ്രൊഡക്ഷന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 40 വർക്കിംഗ് ഡേയ്സൊക്കെ ഒരു ഇൻറ്റീരിയർ കംപ്ലീറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസ്റ്റലേഷനും ഇതുപോലെ നമ്മുടെ എല്ലാം ഇൻഹൗസ് ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ പോയിന്റ്, എന്തെങ്കിലും സർവീസ്. ഇതെല്ലാം ഇത്രയും പ്രോസസ്സുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ഓരോ ഹാപ്പി ടെസ്റ്റിമോണിയൽ കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്. ടെസ്റ്റിമോണിയൽ എൻ്റെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയാൽ പലതും റൈറ്റ് കസ്റ്റമർ, ട്രിവാൻഡ്രത്തായാലും കൊച്ചിയിലായാലും കൊല്ലത്തായാലും എല്ലായിടത്തും